ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂറ്റൊക്കെ അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അതായത് നമ്മളെ വീട്ടിൽ ന്യൂ ബോൺ ബേബീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കണത്. അപ്പോൾ ഇത് ഞങ്ങളെ വീട്ടിലുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങളെ വീട്ടിലുള്ള പുതിയതായിട്ടുള്ള മെമ്പറിന് എന്ത് ചെയ്തു, ഞങ്ങളെ വീട്ടിലത്തെ ഒരു മെമ്പർ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശം പറയാം, അതായത് പെങ്ങള മോനെ മാമൻ ഗിഫ്റ്റ് കൊടുത്തതാണ് ഇത്. ഓക്കെ, പെങ്ങള മോനെ എന്ന് പറയുമ്പോൾ മാമൻ എന്ന് പറയുമ്പോൾ ആരാ നിങ്ങൾക്ക് മനസ്സിലായില്ല? ബ്രദറ്. അപ്പോൾ ബ്രദറ് പെങ്ങള പെങ്ങളെ കുട്ടിക്ക് ആരാകും? മാമൻ. അപ്പോൾ ഇങ്ങനെ ഒരു കൊട്ടയിലുണ്ടാവും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. അതിൽ ഈ ഒരു ഐറ്റംസുകളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കോ ഇൻഷാല്ല കൊടുക്കണം. ഞാൻ ചോപ്പിനൊക്കെ കയറട്ടെ, അപ്പോൾ കയറിയിട്ട് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാട്ടോ ഞാൻ. അത് ഇപ്പോൾ ആകുമോ എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് അവരെ ഇത് ഓനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടിട്ടാണ് ഓനിത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഒക്കെ ഒരേ കളർ തീമിലാണ് കേട്ടോ. ഡ്രസ്സുകളായാലും ഷൂ ആയാലും നമ്മളെ ടെഡി ബിയർ ആയാലും ഒക്കെ ഒരേ, അതായത് ബാസ്ക്കറ്റ് തീം കളറിനാണ് അവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അതേപോലെ അതിൻ്റെ നമ്മളെ ബാസ്ക്കറ്റിൻ്റെ ലേസ് വർക്കും ബാസ്ക്കറ്റിൻ്റെ റാപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സിൽക്കി ക്ലോത്തും എല്ലാതും വൈറ്റ് ആൻഡ് ബ്രൗൺ തീമിലാണ് അവർ ചെന്ന് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഡ്രസ്സല്ലേ ഈ 3 ഡ്രസ്സും. നല്ല ഒരു റോംബർ, അതുപോലെ തന്നെയാണ് ഒരു 2 റോംബറുണ്ട് കേട്ടോ. 2 റോംബറുണ്ട് കുട്ടിക്ക്. ഒരു സെറ്റാണ് ഷർട്ട് ട്രൗസർ ആൻഡ് സെറ്റാണ് കേട്ടോ. അതിലോട്ട് ഇത് കണ്ടാണ്, ഇതാണ് അവന് കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായി. അതാണ് ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് കാണിക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാനും ഗിഫ്റ്റ് ആഗ്രഹമുള്ളവർ ഈ ഒരു കസ്റ്റമൈസേഷൻ രീതിയിൽ അവൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഇത് കണ്ട് വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ തന്നെ കസ്റ്റമൈസേഷൻ കൊടുക്കുക ഇൻസ്റ്റഗ്രാമിലോ അതുപോലെ തന്നെ ഷോപ്പ് ബേസിലോ ഒക്കെ ഇങ്ങനെ തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. അവന് കൊണ്ടുവന്നപ്പോൾ തന്നെ കണ്ടിരുന്നു അതിൻ്റെ ഒരു ലുക്ക്. അതായത് ലുക്ക് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോഴാണ്, അതായത് നമ്മൾ കുറച്ച് വിട്ടുനിന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു ലുക്ക് നന്നായിട്ട് കാണാൻ പറ്റട്ടോ. അതിൻ്റെ ഷോട്ടാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്തണ്ട. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എവിടുന്നാന്ന് വെച്ചാൽ നമ്മളെ മൊബൈൽ ട്രാക്ക് ഷോപ്പാണ്. ഇത് വന്നിട്ടുള്ളവരെ ഷോപ്പ് എവിടെയെന്ന് വെച്ചാൽ ഇവരെ ഷോപ്പ് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ നല്ല അടിപൊളി ഓഫർ നടക്കുന്ന ഷോപ്പാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സാധനം ഞാൻ പർച്ചേസ് ചെയ്താണ് കേട്ടോ. ഇതിൻ്റെ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐപാഡ് 128 GB ഐപാഡ് എനിക്ക് 64 GB ഐപാഡ് എയർ 60, അതായത് ഐപാഡ് എയർ 60 11th ജനറേഷൻ്റെ ഐപാഡ് 2026 ന്യൂ അപ്ഡേറ്റ് ഐപാഡ് എനിക്കത് കിട്ടിയിട്ടുള്ളത് 64 GB പ്രൈസിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതും ഫ്രഷ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഞാനിതിന് അത്ര ഒന്നും എമൗണ്ട് പേ ചെയ്തിട്ടില്ല. 64 GB ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ത്രൂ വെബ്സൈറ്റ് പോലത്തെ വെബ്സൈറ്റുകളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിലുള്ള റേറ്റ് എത്രയാണ്. 25 അപ്പോൾ 128 GB നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ എത്ര എമൗണ്ടാണ് പേ ചെയ്തതെന്ന്. അപ്പോൾ ഈ ഒരു സാധനം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, മോൾക്ക് വേണ്ടിയിട്ടാണ്. മോളെ ക്ലാസ്സിൽ അപ്പോൾ എൻ്റെ ഫോണിന് ഒന്നാമതേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോണും ഇല്ലാതെ, അതുപോലെ തന്നെ ഫോണ് വെറും നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വെറും ബുക്ക് മാത്രം, അതുപോലെ ബുക്ക് മാത്രം ഇൻഫർമേഷൻ പാസ്സാക്കാൻ പറ്റുന്നില്ല, പഠിക്കാനും പറ്റുന്നില്ല. അത് എനിക്കറിയാം. ഞാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്. ഡിഗ്രി ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ
ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഒരുപാട് വർക്കുകളാണ് ഡേ ടു ഡേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഫോൺ ത്രൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യും മക്കൾ കൊണ്ട്, ഇത് ചെയ്യും, അവർക്കൊരു നേരം ഒഴിവില്ല. അപ്പോൾ എൻ്റെ ഫോൺ ഫുള്ള് ഇതിങ്ങനെ വന്നിങ്ങോട്ട് ഹാങ് ഔട്ടായിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ കുട്ടിക്ക്. അപ്പോൾ ഓളെ കാര്യങ്ങൾ ഇതിലാക്കി കൊടുത്താൽ ഇതിലേക്കാണ് ഇതിലോട്ടാവും ചെയ്യും. അതുപോലെ തന്നെ ഇതിപ്പോൾ എൻ്റെ ഫോണിൽ ഓള് വോയിസ് അയക്കാം മിസ്സിനോട്, അതുപോലെ ആ വർക്കുകൾ ഫോട്ടോ വിട്ടുകൊടുക്കുക, അതൊക്കെ ഇപ്പോൾ കമ്പൽസറിയാണ് സ്റ്റഡിയിൽ. അപ്പോൾ ടീച്ചർ പറയും ഫോട്ടോ എടുത്തുകൊണ്ട് അയച്ചു തരണം വാട്സപ്പിൽ, അതുപോലെ വോയിസ് അയക്കണം, അതുപോലെ പഠിക്കാനുള്ള കാര്യങ്ങൾ അത് പഠിക്കുക ഇത് പഠിക്കുക, ഓരോ സബ്ജക്റ്റ് പറഞ്ഞിട്ട് അതിലുള്ള ടോപ്പിക്ക് പറഞ്ഞിട്ട് ഇന്ന് എടുത്തിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് അത് പഠിച്ചിട്ട് അത് വോയിസ് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ അവർ പറയണത് കാണാപ്പാഠം പഠിച്ചിട്ട് അത് ചൊല്ലിക്കൊടുക്കുക, പദ്യമാണെങ്കിൽ അത് ചൊല്ലിക്കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വായിച്ചു കൊടുക്കുന്നത് വോയിസ് ചെയ്ത് കൊടുക്കുക, വീഡിയോ വിട്ട് കൊടുക്കുക. അതെല്ലാം ഫോൺ ത്രൂ ആയതുകൊണ്ട് എൻ്റെ ഫോൺ നിറഞ്ഞുകൊണ്ട് സത്യമായിട്ടോ പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അവൾ എന്നോട് പറഞ്ഞ പിങ്ക് കളറിലുള്ള ഐപാഡ് മതിയെന്ന, പക്ഷേ പിങ്ക് കളറിൽ ഇല്ല, അവിടെ സ്റ്റോക്ക് ഔട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറ് പ്രിഫർ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കവറ് ഇടുമ്പോൾ ഇപ്പം ഞാൻ പിങ്കാ മറ്റൊന്നും നമ്മൾ കാണൂലല്ലോ, നമുക്കിപ്പോൾ ഐപാഡിൻ്റെ ആവശ്യമില്ലല്ലോ, പിന്നെ അതിൻ്റെ താഴെയുള്ളതൊന്നും നമ്മളറിയില്ലല്ലോ. അപ്പം ഞാനാണ് ഫസ്റ്റ് ടൈം ഇത് പൊട്ടിച്ചത്. അപ്പോൾ പൊട്ടിച്ച് ഇതിൽ നമ്മളെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുത്തി വെച്ചിട്ടുള്ളത് കുറേ ഞാൻ ഇടം വല മറിച്ചും അതുപോലെ ഇടം വല സൈഡൊക്കെ നോക്കി, എവിടെ അത് ഓപ്പൺ ആക്കേണ്ട അറിയില്ല. കുറേ മൂന്ന് സ്വിച്ചസാണ് കേട്ടോ ഈ ഒരു ഐപാഡിനുള്ളത്. അപ്പോൾ അതിൽ 3 സ്വിച്ചസും നെക്കിയിട്ട് ഐപാഡിന് ഒരു അഡ്രസ്സും ഇല്ല. അപ്പം ഞാനത് കുത്തി വെച്ചപ്പോഴാണ് പിന്നെ അതൊന്ന് ഓൺ ആയത് കേട്ടോ. പിന്നെ ഇനി ഞാൻ ഈ ഐപാഡ് ഓർഡർ ചെയ്ത ഒരു ആഴ്ച മുമ്പേ ഞാൻ ഈ കവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആമസോണിൽ നിന്നായിരുന്നു. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഐപാഡിൻ്റെ കവേഴ്സൊന്നും കിട്ടാനില്ല. കിട്ടണുള്ള കവറിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കവറ് എനിക്ക് നമ്മളെ ഐപാഡിന് തീരെ പോസിബിലിറ്റി ആവണില്ല, സ്യൂട്ട് ആവണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് റിട്ടേൺ ആക്കാൻ പോകും. പക്ഷെ കവർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട്, കവറിൻ്റെ ലുക്കും അതുപോലെ തന്നെ ഷോ ഒന്നും ഷോയിലൊന്നും അത് റിട്ടേൺ ആക്കാനേ തോന്നുന്നില്ല. അത്രയ്ക്ക് ഭംഗിയുള്ള ഷോ ആണ് കേട്ടോ കവറൊക്കെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തന്നെ കാണുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ല. ലവ്ലി അതുപോലെ ലവ്വില് മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന കളറും പെൺകുട്ടികളെ അപേക്ഷിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന കളറ് പിങ്ക് ഐപാഡ് കിട്ടാത്തതുകൊണ്ട് പിങ്ക് കവറിൽ അവൾക്ക് കിട്ടിയപ്പോൾ അവൾക്ക് അത് റിട്ടേൺ കൊടുക്കാൻ തോന്നുന്നില്ല കേട്ടോ. അവൾ പിങ്ക് ഫേവറേറ്റ് ആണ്, പിങ്ക് ഫേവറേറ്റ് പേഴ്സൺ ആണ്. അപ്പോൾ ഉമ്മശ്ശി ഇത് റിട്ടേൺ കൊടുക്കണ്ട, പിങ്ക് കളറാണ് ഞാൻ പറഞ്ഞു ഇതിന് സ്യൂട്ട് ആവണില്ല, പിന്നെ റിട്ടേൺ കൊടുക്കല്ലാതെ എന്താ ചെയ്യാനും മോളെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഒതുക്കി നിർത്തിയിട്ടാണ് പിന്നെ അത് റിട്ടേൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് ശരിക്കും സ്യൂട്ട് ആവണില്ല. നമ്മൾ ചാർജൊക്കെ ചെയ്യുമ്പോഴൊന്നും ശരിക്കും ഇങ്ങോട്ട് ചാർജൊന്നും കുത്താൻ പറ്റണില്ല കേട്ടോ. ആ ചാർജറിൻ്റെ ആ ഹോളില്ലേ അതിലൂടെ ഇറങ്ങി കിടക്കണ്ട ഈ കവറ്. അതുകൊണ്ടാണ് ഞാൻ അത് റിട്ടേൺ ആക്കാൻ വിചാരിച്ചത്. അപ്പം ഞാൻ അടുത്ത കവറ് നമ്മൾ ഐപാഡിന് കവർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഏത് കവറാണ് വാങ്ങിയിട്ടുള്ളത് ഐപാഡിന്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. കാറായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഈ വീഡിയോ എടുത്തത്. കാരണം ഞാൻ ഐപാഡ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐപാഡ് വാങ്ങുന്നതും. എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. അതുപോലെ കട്ട എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഐപാഡ് കിട്ടാനുള്ളൊരു ത്രില്ലിലും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഈ കവറും റിസീവ് ചെയ്തപ്പോൾ നല്ല സന്തോഷം. മോൾക്ക് ഐപാഡ് കിട്ടിയതിനെക്കാട്ടും സന്തോഷം കവർ കിട്ടിയതില്ല കേട്ടോ. പക്ഷേ എനിക്ക് ആ കവർ കിട്ടിയതിനെക്കാട്ടും ഇഷ്ടമായത് എന്താ ഐപാഡ് കിട്ടിയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ. ഇനിയിപ്പോൾ അടുത്തൊരു സാധനം ഇന്നലെ 2-3 ആഴ്ച മുമ്പ് എന്നോട് പറയണ്ടേ അമ്മച്ചി എനിക്ക് പിസ്സ ഉണ്ടാക്കി തരും. പക്ഷേ ലാസ്റ്റ് ഫ്ലോപ്പായി ഗൈസ്. അതാണ് കുറേ മെനക്കെട്ടെടുത്ത്, പക്ഷേ കാറായിട്ടുള്ള റിസൾട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ. അങ്ങനെ ഫ്ലോപ്പായിപ്പോയി ഗൈസ്. അപ്പോൾ ഞാൻ പിസ്സ ഉണ്ടാക്കണത് ബ്രെഡ് വെച്ചിട്ട് കേട്ടോ. ബ്രെഡ് ഞാനൊക്കെ കട്ട് ചെയ്തിട്ട്
പിന്നെ ഞാൻ കണ്ടോളി, നിങ്ങൾ കണ്ടോളി, ഞാൻ പറയണില്ല ബ്രെഡ് പീസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടോളി കേട്ടോ. അപ്പം ഈ പറഞ്ഞാൽ നിങ്ങൾക്കിത് ചിലപ്പോൾ ഇന്നാൾ ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോയിൽ കമൻറ്റിൽ ഒരാൾ ചോദിച്ച് എന്തിനാണ് ഇങ്ങനെ വാരി വലിച്ച് നീട്ടി പറയണത്, അത് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അതുപോലെ തന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും ഞാൻ എന്തിനിങ്ങനെ കാണിക്കണത്, പിന്നെ ഇങ്ങനെ എന്താ ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കണ ആവശ്യമെന്ന്. അപ്പം പിന്നെ നിങ്ങൾ കണ്ടോളി, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാനത് നിങ്ങൾക്ക് കാണിക്കണം കേട്ടോ. ഇനി ഞാനൊന്നും പറയണില്ല, ഇത് വീഡിയോ. പക്ഷെ എന്തായാലും പിസ്സ ആയിട്ടില്ല, ഫ്ലോപ്പ് ആയിപ്പോയി. പക്ഷേ ഓവൻ ഇല്ല, അതുപോലെ എയർ ഫ്രയർ ഇല്ല, കാരണം കൊണ്ടാണ് പിസ്സ അല്ലാതായത് ലാസ്റ്റ്. പിന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് ആദ്യം പറഞ്ഞ മാമനുണ്ടല്ലോ, ആ മാമൻ പറയണത്രേ എന്താ അറിയോ, ഇത് ഇറച്ചി കേക്കാണ്, പിസ്സ അല്ലാതെ. അങ്ങനെയാണ് ഇത് ലാസ്റ്റ് എന്ത് ചെയ്ത് ഇറച്ചി കേക്കാണ്, പിസ്സ അല്ലാന്ന് നമ്മളെ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്ത മാമൻ പറയാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോകൾ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ഫ്ലോപ്പായി ഗൈസ്. അതെനിക്ക് ഭയങ്കര സങ്കടം. എന്താ അറിയാം, നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിൻ്റെ റിസൾട്ട് നമ്മൾ 2-3 വട്ടം ചെയ്തിട്ട് എനിക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്, മനസ്സിലാക്കാണ്ട്. എന്താ അറിയോ, അടുത്തത് ഒരു പിസ്സ ഉണ്ടാക്കാനുള്ള മൂഡ് നമ്മൾ ഒഴിവാക്കല്ല വേണ്ട കേട്ടോ. നമ്മൾ ഫ്ലോപ്പ് ആയാലും അതിലോട് കൂടെ നമ്മളൊരു കാര്യം ഒഴിവാക്കല്ല വേണ്ടത്. വീണ്ടും നമ്മളത് അറ്റംപ്റ്റ് ചെയ്യാറ്, അറ്റംപ്റ്റ് 2-3-4 വട്ടം ചെയ്ത് നന്നാവണ വരെ ലാസ്റ്റ് ആ പെർഫെക്ഷൻ, ലാസ്റ്റ് കിട്ടുന്ന പെർഫെക്ഷൻ, ആദ്യം കിട്ടുന്ന പെർഫെക്ഷനെക്കാട്ടും ഡബിൾ ഓക്കെ ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമ്മൾ 2-3-4 വട്ടം ഫ്ലോപ്പായ കാര്യം വീണ്ടും റീട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ അവസാനത്തെ രീതിയിൽ നന്നാകുമ്പോൾ നമ്മൾ ഫസ്റ്റത്തിനെക്കാട്ടും ബെസ്റ്റ് ഇംപ്രഷൻ കിട്ടും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതാണ് എനിക്ക് എല്ലാ കാര്യത്തിലും മനസ്സിലായൊരു കാര്യം കേട്ടോ. പിന്നെന്താ പറയാനുള്ളത് വെച്ചാൽ, അപ്പോൾ അതാണ് അങ്ങനെയാണ് നമ്മളെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും, ഒരു കാര്യങ്ങൾ മാത്രമില്ല. അപ്പോൾ നമ്മൾ എന്താഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം ഫ്ലോപ്പായാൽ വീണ്ടും ചെയ്യുക. അപ്പോൾ നമുക്കൊരു കാര്യമില്ല, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫ്ലോപ്പായതിലേറെ ഉഷാറായിട്ട് നമുക്ക് നന്നാവുന്ന സമയത്ത് അതിലേറെ പെർഫെക്ഷനിലും ലുക്കിലും എല്ലാത്തിലും നമുക്ക് നല്ല രീതിക്ക് കട്ടൊക്കെ ഒരുമിച്ച് വരും ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ബാക്കി നിങ്ങൾ കാണിട്ടോ.